അനുശോചിക്കുമ്പോൾ ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅ്താ വകുല്ലു ശൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ ഫൽതസ്ബിർ വൽതഹ്തസിബ്. നിശ്ചയം അല്ലാഹു എടുത്തത് അവൻ്റേതാണ്, അവൻ നൽകിയതും അവൻ്റേതു തന്നെ. എല്ലാ വസ്തുവിനും അവൻ്റെ അടുത്ത് ഒരു നിശ്ചിത അവധിയുണ്ട്. അതിനാൽ ക്ഷമിക്കുക, അല്ലാഹുവിൻ്റെ പ്രതിഫലം കാക്ഷിക്കുക. അഅ്ളമല്ലാഹു അജ്റക വഅഹ്സന അസാഅക വഗഫറ ലിമയ്യിതിക. അല്ലാഹു നിനക്ക് മഹത്തായ പ്രതിഫലം നൽകട്ടെ, നിന്റെ സാന്ത്വനം അല്ലാഹു നന്നാക്കട്ടെ, നിന്റെ പരേതന് പുറത്തു കൊടുക്കുകയും ചെയ്യട്ടെ. മയ്യിത്ത് ഖബറിൽ പ്രവേശിപ്പിക്കുമ്പോൾ ബിസ്മില്ലാഹി വഅലാ സുന്നത്തി റസൂലില്ല, അല്ലാഹുവിൻ്റെ നാമത്തിലും അല്ലാഹുവിൻ്റെ ദൂതൻ്റെ ചര്യയിലുമായി. മറവു ചെയ്ത ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ സബ്ബിത്ഹു, അല്ലാഹുവേ ഇവന് പുറത്തു കൊടുക്കണമേ, അല്ലാഹുവേ ഇവന് സ്ഥൈര്യം നൽകണമേ. ഖബർ സന്ദർശിക്കുമ്പോൾ അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ വയർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഅഖിരീൻ അസ്അലുല്ലാഹു ലനാ വലക്കുമുൽ ആഫിയ. ഈ പാർപ്പിടങ്ങളിൽ വസിക്കുന്ന മുസ്ലിങ്ങളും മുഅ്മിനുകളുമായിട്ടുള്ളവരെ, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ. അല്ലാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നുചേരുന്നതാണ്. അല്ലാഹു ഞങ്ങളിലെ മുൻഗാമികൾക്കും പിൻഗാമികൾക്കും കരുണ ചെയ്യട്ടെ. ഞങ്ങൾക്കും നിങ്ങൾക്കും സൗഖ്യം നൽകുവാൻ ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. കാറ്റടിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഅഊദു ബിക മിൻ ശർരിഹ, അല്ലാഹുവേ ആ കാറ്റിൻ്റെ നന്മയെ നിന്നോട് ഞാൻ ചോദിക്കുകയും അതിൻ്റെ തിന്മയിൽ നിന്ന് നിന്നിൽ അഭയം തേടുകയും ചെയ്യുന്നു. ഇടിയുണ്ടാകുമ്പോൾ സുബ്ഹാനല്ലദീ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി, ഭയന്നുകൊണ്ട് മലക്കുകളും സ്തുതിച്ചുകൊണ്ട് ഇടിയും ഏതൊരുവനെ പ്രകീർത്തിക്കുന്നുവോ അവനെത്ര പരിശുദ്ധൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഖൈറ മാ ഫീഹ വഖൈറ മാ ഉർസിലത് ബിഹി വഅഊദു ബിക മിൻ ശർരിഹ വശർരി മാ ഫീഹ വശർരി മാ ഉർസിലത് ബിഹി. അല്ലാഹുവേ, കാറ്റിൽ നല്ലതിനെയും അതിലുള്ളതിൻ്റെ നന്മയെയും അത് അയക്കപ്പെട്ടതിനാലുള്ള നന്മയെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു. കാറ്റിൽ മോശമായതിൽ നിന്നും അതിലുള്ള തിന്മയിൽ നിന്നും അത് അയക്കപ്പെട്ടതിനാലുള്ള തിന്മയിൽ നിന്നും നിന്നിൽ അഭയം തേടുന്നു. മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ മരീഅൻ മരീഅൻ നാഫിഅൻ ഗൈറ ളാരിൻ ആജിലൻ ഗൈറ ആജിലിൻ. അല്ലാഹുവേ, കാലതാമസമില്ലാതെ ഉടൻ ലഭിക്കുന്നതും ഉപദ്രവകരമല്ലാതെ ഉപകരിക്കുന്നതും സുഖകരവും സമൃദ്ധി നൽകുന്നതും സഹായകവുമായ മഴ ഞങ്ങൾക്ക് തരണമേ. അല്ലാഹുമ്മ അഗിസ്ന അല്ലാഹുമ്മ അഗിസ്ന അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ തരണമേ എന്ന് 3 തവണ പറയുക. അല്ലാഹുമ്മ സ്ഖി ഇബാദക വബഹായിമക വൻഷുർ റഹ്മതക വഅഹ്യി ബലദകൽ മയ്യിത്ത്. അല്ലാഹുവേ, നിന്റെ ദാസന്മാർക്കും നിന്റെ കന്നുകാലികൾക്കും നീ കുടിപ്പിക്കണമേ. നിന്റെ കാരുണ്യം നീ വ്യാപിപ്പിക്കുകയും നിന്റെ നിർജീവമായ നാടിനെ നീ സജീവമാക്കുകയും ചെയ്യണമേ. മഴ വർഷിക്കുമ്പോൾ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅൻ, അല്ലാഹുവേ ഉപകരിക്കുന്ന ധാരാളം മഴ നൽകണമേ. മഴയ്ക്കു ശേഷം മുതിർന ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ട് നമുക്ക് മഴ ലഭിച്ചു. മഴ നീങ്ങാൻ വേണ്ടി അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബ് വബുതൂനിൽ ഔദിയ വമനാബിതിശ് ശജർ. അല്ലാഹുവേ, ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്കും മഴയെ നീ നീക്കണമേ. ഞങ്ങൾക്കത് നാശകരമാക്കരുതേ.
അല്ലാഹുവേ, കുന്നുകളിലും മലകളിലും താഴ്വരകളിലും വനാന്തരങ്ങളിലും നീ മഴയെ ഒതുക്കി നിർത്തണമേ. മാസപ്പിറവി കണ്ടാൽ അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർദാ റബ്ബുനാ വറബ്ബുക്കല്ലാഹ്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അല്ലാഹുവേ, നിർഭയത്വവും വിശ്വാസവും സമാധാനവും നീ ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്നവ പ്രവർത്തിക്കാനുള്ള ഉദവിയും കൊണ്ട് ഈ മാസത്തെ ഞങ്ങളിൽ ഉദിപ്പിക്കണമേ. ഞങ്ങളുടെയും നിന്റെയും നാഥൻ അല്ലാഹുവാണ്. നോമ്പ് തുറക്കുമ്പോൾ ദഹബൽ ളമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ദാഹം ശമിച്ചു, ഞരമ്പുകൾ നനഞ്ഞു, അല്ലാഹു ഇച്ഛിച്ചെങ്കിൽ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതിക അല്ലതി വസിഅത് കുല്ല ശൈഇൻ അൻ തഗ്ഫിറ ലി. അല്ലാഹുവേ, സർവവസ്തുക്കളിലും വിശാലമായ നിന്റെ കാരുണ്യത്താൽ എൻ്റെ പാപങ്ങൾ പുറത്തു തരാൻ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് ഇദാ അകല അഹദുകും തുആമൻ ഫൽയഖുൽ ബിസ്മില്ല ഫഇൻ നസിയ ഫി അവ്വലിഹി ഫൽയഖുൽ ബിസ്മില്ലാഹി ഫി അവ്വലിഹി വ ആഖിരിഹി. നിങ്ങളിൽ ഒരാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവൻ അല്ലാഹുവിൻ്റെ നാമത്തിൽ എന്നു പറയട്ടെ. അവൻ ആദ്യത്തിൽ പറയാൻ മറന്നാൽ ആദ്യത്തിലും അവസാനത്തിലുമായിക്കൊണ്ട് അല്ലാഹുവിൻ്റെ നാമത്തിൽ എന്നവൻ പറയട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വഅത്ഇംനാ ഖൈറൻ മിൻഹു വമൻ സഖാഹു അല്ലാഹു ലബനൻ ഫൽയഖുൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു. ഒരാൾക്ക് ഭക്ഷണം നൽകിയാൽ അവൻ ഇപ്രകാരം പറയട്ടെ: അല്ലാഹുവേ, ഞങ്ങൾക്കതിൽ അനുഗ്രഹം ചൊരിയുകയും അതിനേക്കാൾ ഉത്തമമായത് ഞങ്ങളെ ഭക്ഷിപ്പിക്കുകയും ചെയ്യണമേ. ഒരാൾക്ക് അല്ലാഹു പാല് കുടിപ്പിച്ചാൽ അല്ലാഹുവേ, അതിൽ ഞങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുകയും വർദ്ധനവ് നൽകുകയും ചെയ്യണമേ എന്നവൻ പറയട്ടെ. ആഹരിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദി അത്അമനാ വസഖാനാ വജഅലനാ മിനൽ മുസ്ലിമീൻ. ഞങ്ങൾക്ക് ഭക്ഷണം നൽകുകയും പാനീയം നൽകുകയും ഞങ്ങളെ മുസ്ലിങ്ങളിൽപ്പെട്ടവരാക്കുകയും ചെയ്ത അല്ലാഹുവിന് സ്തുതി. അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വത്തിൻ. അല്ലാഹുവേ, എൻ്റെ കഴിവോ ശേഷിയോ കൂടാതെ ഇതെനിക്ക് നൽകുകയും എന്നെ ഭക്ഷിപ്പിക്കുകയും ചെയ്ത അല്ലാഹുവിന് സ്തുതി. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി ഗൈറ മക്ഫിയിൻ വലാ മുവദ്ദഇൻ വലാ മുസ്തഗ്നൻ അൻഹു റബ്ബന. ഞങ്ങളുടെ നാഥ, വിശിഷ്ടവും അനുഗ്രഹീതവുമായ എണ്ണമറ്റ സ്തുതികൾ മതിവരാത്തതും ഉപേക്ഷിക്കപ്പെടാത്തതും ഒഴിച്ചുകൂടാത്തതുമായ നിലയിൽ നിനക്കാണ്. അതിഥി ആതിഥേയർക്കു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്: അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. അല്ലാഹുവേ, അവർക്ക് നൽകിയതിൽ നീ അനുഗ്രഹിക്കുകയും അവർക്ക് പൊറത്തു കൊടുക്കുകയും അവർക്ക് കാരുണ്യം നൽകുകയും ചെയ്യണമേ. പാനീയം നൽകിയവർക്കു വേണ്ടി: അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വസ്ഖി മൻ സഖാനി. അല്ലാഹുവേ, എന്നെ ഭക്ഷിപ്പിച്ചവരെ നീ ഭക്ഷിപ്പിക്കുകയും എന്നെ കുടിപ്പിച്ചവരെ നീ കുടിപ്പിക്കുകയും ചെയ്യണമേ. നോമ്പ് തുറപ്പിച്ച വീട്ടുകാർക്കു വേണ്ടി: അഫ്തറ ഇൻദകുമുസ് സ്വാഇമൂൻ വഅകല തുആമകുമുൽ അബ്റാർ വസല്ലത് അലൈക്കുമുൽ മലായിക. വ്രതമുള്ളവർ നിങ്ങളുടെ അടുക്കൽ നോമ്പ് തുറക്കുകയും നല്ലവർ നിങ്ങളുടെ അടുക്കൽ ആഹരിക്കുകയും ചെയ്തു. മലക്കുകൾ നിങ്ങൾക്ക് ഗുണത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. ഇദാ ദഅ അഹദുകും ഫൽയുജിബ് ഫഇൻ കാന സ്വാഇമൻ ഫൽയുസല്ലി വഇൻ കാന മുഫ്തിറൻ ഫൽയത്അം. നിങ്ങളിൽ ഒരാൾ ഭക്ഷണത്തിന് ക്ഷണിക്കപ്പെട്ടാൽ അവനത് സ്വീകരിക്കട്ടെ. അവൻ നോമ്പുകാരനാണെങ്കിൽ അവൻ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നോമ്പില്ലാത്തവനാണെങ്കിൽ അവൻ ഭക്ഷിക്കട്ടെ. നോമ്പുകാരൻ ആക്ഷേപിക്കപ്പെട്ടാൽ ഇന്നി സ്വാഇമുൻ
നിശ്ചയം ഞാൻ വ്രതമുള്ളവനാണ്, നിശ്ചയം ഞാൻ വ്രതമുള്ളവനാണ്. ആദ്യ ഫലം കാണുമ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിന വബാരിക് ലനാ ഫീ മദീനത്തിന വബാരിക് ലനാ ഫീ സ്വാഇന വബാരിക് ലനാ ഫീ മുദ്ദിന. അല്ലാഹുവേ, ഞങ്ങളുടെ കായ്ഫലങ്ങളിൽ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ, ഞങ്ങളുടെ നഗരത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ സ്വാഇലും മുദ്ദിലും അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. തുമ്മിയാലുള്ള പ്രാർത്ഥന. നിങ്ങളിലൊരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാ, അവൻ സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്നു പറയട്ടെ. അത് കേട്ട അവൻ്റെ സഹോദരൻ യർഹമുക്കല്ലാ, അള്ളാഹു നിനക്ക് കരുണ ചെയ്യട്ടെ എന്നു പറയട്ടെ. തുമ്മിയവൻ യഹ്ദീക്കുമുല്ലാ വയുസ്ലിഹു ബാലക്കും, അള്ളാഹു നിങ്ങളെ സന്മാർഗത്തിലാക്കുകയും നിങ്ങളുടെ അവസ്ഥ നന്നാക്കുകയും ചെയ്യട്ടെ എന്നു പറയണം. തുമ്മിയിട്ട് അള്ളാഹുവിനെ സ്തുതിച്ച കാഫിറിനോട് പറയേണ്ടത് യഹ്ദീക്കുമുല്ലാ വയുസ്ലിഹു ബാലക്കും, അള്ളാഹു നിങ്ങളെ സന്മാർഗത്തിലാക്കുകയും നിങ്ങളുടെ അവസ്ഥ നന്നാക്കുകയും ചെയ്യട്ടെ. വിവാഹിതന് വേണ്ടിയുള്ള പ്രാർത്ഥന. ബാറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫി ഖൈർ. അള്ളാഹു നിനക്ക് നിന്റെ ഇണയിൽ അനുഗ്രഹം ചെയ്യട്ടെ, നിന്റെ മേൽ അനുഗ്രഹം ചൊരിയുകയും നിങ്ങൾ രണ്ടുപേരെയും നന്മയിൽ ഒരുമിപ്പിക്കുകയും ചെയ്യട്ടെ. വിവാഹിതൻ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഖൈറ മാ ജബൽതഹ അലൈഹി വഅഊദു ബിക മിൻ ശർരിഹ വശർരി മാ ജബൽതഹ അലൈഹി. അല്ലാഹുവേ, അവളുടെ നന്മയും നീ അവളെ ഏതൊരു സ്വഭാവത്തിൽ സൃഷ്ടിച്ചുവോ അതിൻ്റെ നന്മയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അവളുടെ തിന്മയിൽ നിന്നും അവളെ നീ സൃഷ്ടിച്ചത് ഏതൊരു സ്വഭാവത്തിലാണോ അതിൻ്റെ തിന്മയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. സംയോഗത്തിനു മുമ്പ് ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാൻ വജന്നിബി ശൈത്വാന മാ റസഖ്തന. അള്ളാഹുവിൻ്റെ നാമത്തിൽ, അള്ളാഹുവെ, പിശാചിനെ ഞങ്ങളിൽ നിന്ന് നീ അകറ്റണമേ, ഞങ്ങൾക്ക് നൽകുന്നതിൽ നിന്നും നീ പിശാചിനെ അകറ്റണമേ. കോപം വരുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു. പരീക്ഷിക്കപ്പെട്ടവനെ കണ്ടാൽ അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മബ്തലാക ബിഹി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല. നിന്നെ ബാധിച്ച പരീക്ഷണത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം നൽകുകയും സൃഷ്ടികളിൽ അനേകമാളുകളെക്കാൾ എന്നെ ഉത്കൃഷ്ടനാക്കുകയും ചെയ്ത അള്ളാഹുവിന് സർവസ്തുതിയും. സദസ്സിലിരിക്കുമ്പോൾ റബ്ബിഗ്ഫിർലി വതുബ അലയ്യ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ. ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം. ഒരു സദസ്സിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുന്നതിന് മുമ്പായി 100 തവണ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. നാഥ, എന്നോട് പൊറുക്കുകയും എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. നിശ്ചയം നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കൂടുതൽ പൊറുക്കുന്നവനുമാണ്. സദസ്സിൻ്റെ പ്രായശ്ചിത്തം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. നീയല്ലാതെ ഒരാരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നിന്നോട് പാപമോചനത്തിനായി അർത്ഥിക്കുകയും നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുന്നു. നല്ല കാര്യം ചെയ്തവന് വേണ്ടി ജസാക്കല്ലാഹു ഖൈറൻ, അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ. താങ്കളെ അള്ളാഹുവിനു വേണ്ടി ഞാൻ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ അഹബ്ബകല്ലദീ അഹബബ്തനീ ലഹു, താങ്കൾ ആർക്കുവേണ്ടി എന്നെ സ്നേഹിച്ചുവോ അവൻ താങ്കളെയും സ്നേഹിക്കട്ടെ. താങ്കൾക്ക് ധനം കാണിച്ചു തന്നവന് ബാറക്കല്ലാഹു ലക ഫി അഹ്ലിക വമാലിക, അള്ളാഹു താങ്കളുടെ കുടുംബത്തിലും ധനത്തിലും താങ്കളെ അനുഗ്രഹിക്കട്ടെ. കടം നൽകിയവനു വേണ്ടി ബാറക്കല്ലാഹു ലക ഫി അഹ്ലിക വമാലിക ഇന്നമാ ജസാഉസ് സലഫി അൽഹംദു വൽ അദാഉ, അള്ളാഹു താങ്കളെ കുടുംബത്തിലും ധനത്തിലും അനുഗ്രഹിക്കട്ടെ. നിശ്ചയം കടത്തിനുള്ള പ്രതിഫലം സ്തുതിയും വീട്ടലുമാണ്. ഷിർക്കിനെ ഭയപ്പെടുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു
വഅസ്തഗ്ഫിറുക ലിമ ലാ അഅലം. അല്ലാഹുവേ, എനിക്ക് അറിവുണ്ടായിരിക്കെ നിന്നോട് പങ്കുചേർക്കുന്നതിൽ നിന്ന് നിന്നിൽ അഭയം തേടുന്നു. എനിക്കറിയാത്തതിൽ നിന്നോട് പാപമോചനം തേടുകയും ചെയ്യുന്നു. അല്ലാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞവന് വേണ്ടി വഫീക ബാറക്കല്ലാഹ്, താങ്കൾക്കും അല്ലാഹു അനുഗ്രഹം നൽകുമാറാകട്ടെ. ശകുനത്തെ വെറുത്താൽ അല്ലാഹുമ്മ ലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക് വലാ ഖൈറ ഇല്ലാ ഖൈറുക് വലാ ഇലാഹ ഗൈറുക്. അല്ലാഹുവേ, നിന്റെ ശകുനമല്ലാതെ മറ്റൊരു ശകുനമില്ല, നിന്റെ നന്മയല്ലാതെ മറ്റൊരു നന്മയില്ല, നീയല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ലാഹി അൽഹംദുലില്ലാ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സുബ്ഹാനകല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവിൻ്റെ നാമത്തിൽ സർവസ്തുതിയും അല്ലാഹുവിനാണ്. ഈ വാഹനം ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവനായ അല്ലാഹു പരിശുദ്ധൻ. ഞങ്ങൾ അത് കീഴ്പ്പെടുത്താൻ കഴിവുള്ളവരായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ നാഥനിലേക്ക് മടങ്ങുന്നവരാകുന്നു. അല്ലാഹുവിന് സ്തുതി എന്ന് 3 പ്രാവശ്യം പറയുക. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്നും 3 പ്രാവശ്യം പറയുക. അല്ലാഹുവേ, നീ പരിശുദ്ധൻ, നിശ്ചയം ഞാൻ എന്നോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു, അതിനാൽ എനിക്ക് പൊറുത്തു തരണമേ, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുകയില്ല. യാത്രയിലെ പ്രാർത്ഥന. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർദാ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വതുവി അന്നാ ബുഅദഹ്. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل. അല്ലാഹു ഏറ്റവും വലിയവനാണ് എന്ന് 3 തവണ പറയുക. ഈ വാഹനം ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവനായ അല്ലാഹു പരിശുദ്ധനാണ്. ഞങ്ങൾ അത് കീഴ്പ്പെടുത്താൻ കഴിവുള്ളവരായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ നാഥനിലേക്ക് മടങ്ങുന്നവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ പുണ്യവും തഖ്വയും നീ തൃപ്തിപ്പെടുന്ന കർമ്മവും നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് എളുപ്പമുള്ളതാക്കി തരികയും ദൂരം ചുരുക്കിത്തരികയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിലെ പകരക്കാരനും നീയാണ്. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും ധനത്തിലും മോശമായ പരിണിതിയുണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. യാത്രയിൽ നിന്ന് മടങ്ങിയാൽ മേൽവചനങ്ങളുടെ പുറമെ ഇങ്ങനെ കൂടി പറയേണ്ടതാണ്: ആഇബൂൻ താഇബൂൻ ആബിദൂൻ ലിറബ്ബിനാ ഹമീദൂൻ. മടങ്ങുന്നവരും പശ്ചാത്തപിക്കുന്നവരും ആരാധിക്കുന്നവരും ഞങ്ങളുടെ നാഥനെ സ്തുതിക്കുന്നവരുമാണ് ഞങ്ങൾ. ഒരു ഗ്രാമത്തിലോ മറ്റു നാടുകളിലോ പ്രവേശിക്കുമ്പോൾ اللهم رب السماوات السبع وما أضللنا ورب الأرضين السبع وما أقللنا ورب الشياطين وما أضللنا ورب الرياح وما ذرينا أسألك خير هذه القرية وخير أهلها وخير ما فيها وأعوذ بك من شرها وشر أهلها وشر ما فيها. 7 ആകാശങ്ങളുടെയും അവ നിഴലേകുന്നതിൻ്റെയും നാഥനും 7 ഭൂമിയുടെയും അവ വഹിച്ചതിൻ്റെയും നാഥനും പിശാചുക്കളുടെയും അവ വഴിതെറ്റിച്ചതിൻ്റെയും നാഥനും കാറ്റുകളുടെയും അവ വിതറിയതിൻ്റെയും നാഥനുമായ അല്ലാഹുവേ, ഈ ഗ്രാമത്തിൻ്റെ നന്മയും അതിലെ നിവാസികളുടെ നന്മയും അതിലുള്ളതിൻ്റെ നന്മയും നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ ഗ്രാമത്തിൻ്റെ തിന്മയിൽ നിന്നും അതിലെ നിവാസികളുടെ തിന്മയിൽ നിന്നും അതിലുള്ളതിൻ്റെ തിന്മയിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, അവൻ ഏകനും പങ്കുകാരുമില്ലാത്തവനുമാണ്. അവനാണ് രാജാധിപത്യം, എല്ലാ സ്തുതിയും അവനാണ്.
അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ ജീവനുള്ളവനാണ്, മരിക്കുകയില്ല. എല്ലാ നന്മകളും അവൻ്റെ കയ്യിലാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. വാഹനമോ മൃഗമോ നഷ്ടപ്പെട്ടാൽ ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ. യാത്ര ചോദിക്കുമ്പോൾ അസ്തൗദിഉകുമുല്ലാഹ് അല്ലദീ ലാ തദീഉ വദാഇഉഹു, നിങ്ങളെ ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നു, അവനിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെടുന്നവ പാഴാവുകയില്ല. യാത്ര പോകുന്നവനു വേണ്ടി അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക്, താങ്കളുടെ മതവും വിശ്വസ്തതയും പ്രവർത്തനങ്ങളുടെ പര്യവസാനവും ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നു. സവ്വദകല്ലാഹു തഖ്വ വഗഫറ ദംബക വയസ്സറ ലകൽ ഖൈറു ഹൈസുമാ കുൻത്, അള്ളാഹു താങ്കൾക്ക് തഖ്വ നൽകുകയും താങ്കളുടെ പാപം പൊറുക്കുകയും താങ്കൾ എവിടെയാണെങ്കിലും താങ്കൾക്ക് നന്മ എളുപ്പമാക്കി തരികയും ചെയ്യട്ടെ. രാത്രിയുടെ അന്ത്യയാമത്തിലാകുമ്പോൾ സമ്മഅ സാമിഉൻ ബിഹംദില്ലാ വഹുസ്നി ബലാഇഹി അലൈന റബ്ബന സ്വാഹിബ്ന വഅഫ്ളിൽ അലൈന ആഇദൻ ബില്ലാഹി മിനന്നാർ, ഞങ്ങളുടെ മേലുള്ള അള്ളാഹുവിൻ്റെ സൽപരീക്ഷണങ്ങൾക്കും ഞങ്ങൾ അവനെ സ്തുതിച്ചതിനും സാക്ഷിയായവൻ സാക്ഷിയായിട്ടുണ്ട്. ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും ഞങ്ങളുടെ മേൽ ഉദാരമായി അനുഗ്രഹം ചൊരിയുകയും ചെയ്യണമേ. നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് ഞങ്ങൾ അഭയം തേടുന്നു. യാത്രക്കിടയിൽ വല്ല സ്ഥലത്തും ഇറങ്ങിയാൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അള്ളാഹുവിൻ്റെ സമ്പൂർണമായ വചനങ്ങൾ കൊണ്ട് അവൻ സൃഷ്ടിച്ചവയുടെ തിന്മയിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. യാത്രയിൽ നിന്ന് മടങ്ങുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ആയിബൂൻ തായിബൂൻ ആബിദൂൻ ലിറബ്ബിനാ ഹാമിദൂൻ സ്വദഖല്ലാഹു വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്, രാജാധിപത്യം അവനാണ്, എല്ലാ സ്തുതിയും അവനാണ്, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. മടങ്ങുന്നവരും പശ്ചാത്തപിക്കുന്നവരും ആരാധിക്കുന്നവരും ഞങ്ങളുടെ നാഥനെ സ്തുതിക്കുന്നവരുമാണ് ഞങ്ങൾ. അള്ളാഹു അവൻ്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. അവൻ തൻ്റെ ദാസനെ സഹായിക്കുകയും അവൻ മാത്രമായി സഖ്യകക്ഷികളെ പരാജയപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. സന്തോഷിപ്പിക്കുന്നതോ വെറുപ്പിക്കുന്നതോ ആയ കാര്യം ഒരാൾക്കുണ്ടായാൽ അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്, അള്ളാഹുവിന് സർവസ്തുതിയും അവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് സുകൃതങ്ങൾ പൂർണ്ണമാവുന്നത്. വെറുപ്പുളവാക്കുന്ന വല്ല കാര്യവും സംഭവിച്ചാൽ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും സർവസ്തുതിയും അള്ളാഹുവിനാണ്. നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എൻ്റെ മേൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അതിനാൽ അള്ളാഹു അവന് 10 അനുഗ്രഹം ചെയ്യുന്നതാണ്. വഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാളുടെ അടുക്കൽ വെച്ച് എന്നെ പറയപ്പെട്ടിട്ടും എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാതിരിക്കുന്നവനാണ് ലുബ്ധൻ. സലാം പ്രചരിപ്പിക്കുക. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു അവലാ അദുല്ലുകും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും അഫ്ശു സലാമ ബൈനക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസികളാകുന്നതുവരെ നിങ്ങളാരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങളാരും വിശ്വാസികളാവുകയില്ല. നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടായിത്തീരുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ? നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക. സലാസുൻ മൻ ജമഅഹുന്ന ഫഖദ് ജമഅൽ ഈമാൻ അൽ ഇൻസാഫു മിൻ നഫ്സിക് വബദ്ലു സലാമി ലിൽ ആലം വൽ ഇൻഫാഖു മിനൽ ഇഖ്താർ. 3 കാര്യങ്ങൾ ഒരാളിൽ സമ്മേളിച്ചാൽ
അവൻ വിശ്വാസം സമാഹരിച്ചവനായി. സ്വന്തത്തിൽ നിന്നുള്ള നീതിപാലനം. ലോകത്തിന് സമാധാനം നൽകുക. ദാരിദ്ര്യമുണ്ടായിരിക്കെ ചെലവ് ചെയ്യുക. വഅൻ അബ്ദില്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അന്ന റജുലൻ സഅല നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ ഇസ്ലാമി ഖൈർ ഖാല തുത്ഇമു അത്ത്വആം വതഖറഉ അസ്സലാം അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ശ്രേഷ്ഠമായ ഇസ്ലാം എന്താണ്? അവിടുന്ന് പറഞ്ഞു, ഭക്ഷണം കൊടുക്കുക, നിനക്ക് അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറയുക. അവിശ്വാസി സലാം ചൊല്ലിയാൽ മടക്കേണ്ടതെങ്ങനെ? ഇദാ സല്ലമ അലൈക്കും അഹ്ലുൽ കിതാബ് ഫഖൂലു വഅലൈക്കും. വേദക്കാർ നിങ്ങളോട് സലാം പറഞ്ഞാൽ നിങ്ങളുടെ മേലും എന്ന് നിങ്ങൾ പറയുക. നീ ആരെയെങ്കിലും ആക്ഷേപിച്ചാൽ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഫഅയ്യുമാ മുഅ്മിനിൻ സബബ്തുഹു ഫജ്അൽ ദാലിക ലഹു ഖുർബതൻ ഇലൈക യൗമൽ ഖിയാമ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവേ, ഏതൊരു വിശ്വാസിയെ ഞാൻ ആക്ഷേപിച്ചുവോ അത് അവന് അന്ത്യനാളിൽ നിന്നിലേക്കുള്ള ഒരു പുണ്യമാക്കി തീർക്കണമേ. ഒരു മുസ്ലിമിനെ പ്രശംസിക്കുമ്പോൾ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന അഹദുക്കും മാദിഹൻ സ്വാഹിബഹു ലാ മഹാല ഫൽയഖുൽ അഹ്സിബു ഫുലാനൻ വല്ലാഹു ഹസീബുഹു വലാ ഉസക്കി അലല്ലാഹി അഹദൻ അഹ്സിബുഹു ഇൻ കാന യഅലമു ദാക കദാ വകദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ തൻ്റെ സ്നേഹിതനെ പ്രശംസിക്കുകയാണെങ്കിൽ അവൻ ഇപ്രകാരം പറയട്ടെ, അവനെക്കുറിച്ച് ഞാൻ അങ്ങനെ ധരിക്കുന്നു. എന്നാൽ അള്ളാഹുവാണ് അവനെ സൂക്ഷ്മമായി വിചാരണ ചെയ്യുന്നവൻ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ ഒരാളെയും പരിശുദ്ധനാക്കുന്നില്ല. അവൻ ഇന്നാലിന്ന രൂപത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് അവൻ അറിയുന്നുവെങ്കിൽ. വിശുദ്ധനാക്കപ്പെട്ട ഒരു മുസ്ലിം പറയേണ്ടത്, അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ വഗ്ഫിർ ലീ മാ ലാ യഅലമൂൻ വജഅൽനി ഖൈറൻ മിമ്മാ യദുന്നൂൻ. അല്ലാഹുവേ, അവർ പറയുന്നതിനാൽ എന്നെ നീ പിടിച്ചു ശിക്ഷിക്കരുത്. അവർക്ക് അറിയാത്തവ എന്നോട് നീ പൊറുക്കേണമേ. അവർ വിചാരിക്കുന്നതിനേക്കാൾ എന്നെ ഉത്തമനാക്കേണമേ. ഹജ്ജിലും ഉംറയിലും തൽബിയത്ത് ചൊല്ലേണ്ടതെങ്ങനെ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. അല്ലാഹുവേ, നിന്റെ വിളിക്കിതാ ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. നിന്റെ വിളി കേട്ടെത്തിയിരിക്കുന്നു. നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല. നിന്റെ വിളിക്കിതാ ഞാൻ ഉത്തരം ചെയ്തിരിക്കുന്നു. നിശ്ചയം സർവസ്തുതിയും അനുഗ്രഹവും നിനക്കാണ്. രാജാധിപത്യവും നിനക്ക് തന്നെയാണ്. നിനക്ക് ഒരു പങ്കാളിയുമില്ല. ഹജറുൽ അസ്വദിൻ്റെ നേരെ എത്തിയാൽ ത്വാഫൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ബൈത്തി അലാ ബഈരിൻ കുല്ലമാ അതർ റുക്ന അശാറ ഇലൈഹി ബിശൈഇൻ ഇൻദഹു വകബ്ബറ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്മേൽ കഅബ തവാഫ് ചെയ്തു. അവിടുന്ന് ആ ഹജറുൽ അസ്വദുള്ള മൂലയിൽ എത്തുമ്പോഴൊക്കെ തൻ്റെ അടുത്തുള്ള വടികൊണ്ട് അതിലേക്ക് ചൂണ്ടുകയും തക്ബീർ ചൊല്ലുകയും ചെയ്തിരുന്നു. ഹജറുൽ അസ്വദിൻ്റെയും റുക്നുൽ യമാനിയുടെയും ഇടയിൽ റബ്ബന ആതിനാ ഫിദ്ദുന്യ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ നാഥ, ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നന്മ നൽകണമേ, പരലോകത്തും ഞങ്ങൾക്കു നീ നന്മ നൽകണമേ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. സ്വഫയിലും മർവയിലും നിൽക്കുമ്പോൾ ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ല അബ്ദഉ ബിമാ ബദ അല്ലാഹു ബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഫയോട് അടുത്തെത്തിയപ്പോൾ അവിടുന്ന് ഇപ്രകാരം ഓതി, നിശ്ചയം
സഫായും മർവയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു ആരംഭിച്ചതുകൊണ്ട് ഞാനും ആരംഭിക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് അവിടുന്ന് സഫയിൽ കഅബ കാണാവുന്നത്ര കയറി ഖിബ്ലക്കു നേരെ തിരിഞ്ഞു നിന്ന് അള്ളാഹുവിനെ ഏകനാക്കുകയും തക്ബീർ ചൊല്ലുകയും ചെയ്തു. ശേഷം ഇപ്രകാരം പറഞ്ഞു: ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനുമില്ല, അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധിപത്യം അവനാണ്, സർവസ്തുതിയും അവനാണ്, അവൻ സർവശക്തനാണ്. അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനുമില്ല, അവൻ ഏകൻ മാത്രമാണ്. തൻ്റെ വാഗ്ദത്തം അവൻ പാലിച്ചു, തൻ്റെ ദാസനെ അവൻ സഹായിച്ചു, ശത്രുസേനകളെ അവൻ ഒറ്റയ്ക്ക് പരാജയപ്പെടുത്തി. പിന്നീട് അവിടുന്ന് അതിനിടയിൽ പ്രാർത്ഥിക്കുകയും അപ്രകാരം 3 തവണ പറയുകയും ചെയ്തു. സഫയിൽ ചെയ്തതുപോലെ തന്നെ പിന്നീട് മർവയിൽ വെച്ചും ചെയ്തു. അറഫയിൽ വെച്ചുള്ള പ്രാർത്ഥനയിൽ ഉത്തമമായത് അറഫയിലെ പ്രാർത്ഥനയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഞാനും എൻ്റെ മുൻഗാമികളായ നബിമാരും പറഞ്ഞതിൽ ഉത്തമമായത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനുമില്ല, അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധിപത്യം അവനാണ്, സർവസ്തുതിയും അവനാണ്, അവൻ സർവശക്തനാണ്. മശ്അറുൽ ഹറാമിൽ വെച്ചുള്ള പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഖസ്വാ എന്ന ഒട്ടകത്തിൽ കയറി മശ്അറുൽ ഹറാമിൽ എത്തിയപ്പോൾ ഖിബ്ലക്കു നേരെ തിരിഞ്ഞു പ്രാർത്ഥിക്കുകയും തക്ബീറും തഹ്ലീലും ചൊല്ലുകയും ചെയ്തു. നേരം വെളുത്ത ശേഷം സൂര്യോദയത്തിൻ്റെ മുമ്പായി അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു. ജംറയിൽ എറിയുമ്പോൾ 3 ജംറകളിൽ ഓരോ കല്ലുകൊണ്ട് എറിയുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീർ ചൊല്ലിയിരുന്നു. പിന്നീട് അദ്ദേഹം 1ഉം 2ഉം ജംറകളിൽ എറിഞ്ഞ ശേഷം അല്പം മുന്നോട്ട് നീങ്ങി 2 കൈകളും ഉയർത്തി ഖിബ്ലക്കു നേരെ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ജംറത്തുൽ അഖബയിൽ എറിയുമ്പോൾ ഓരോ കല്ലിനോടൊപ്പവും തക്ബീർ ചൊല്ലുക മാത്രമാണ് ചെയ്തത്. അവിടെ നിൽക്കാതെ പിരിഞ്ഞു പോകുകയായിരുന്നു. ആശ്ചര്യകരവും സന്തോഷകരവുമായ കാര്യം ഉണ്ടായാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധൻ, അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും മഹാൻ. സന്തോഷകരമായ കാര്യമുണ്ടായാൽ ചെയ്യേണ്ടത്, സന്തോഷം നൽകുന്ന വല്ല കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിയാൽ അല്ലാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് അവിടുന്ന് സാഷ്ടാംഗം ചെയ്യുമായിരുന്നു. ശരീരത്തിൽ വേദന അനുഭവിക്കുമ്പോൾ ശരീരത്തിൽ വേദനിക്കുന്ന ഭാഗത്ത് കൈവെക്കുക. 3 തവണ ബിസ്മില്ലാഹി എന്ന് പറയുക. ശേഷം 7 പ്രാവശ്യം ഇപ്രകാരവും പറയുക: അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. എന്നെ ബാധിച്ചതിൻ്റെയും ഞാൻ ഭയപ്പെടുന്നതിൻ്റെയും വിഷമത്തിൽ നിന്ന് അല്ലാഹുവിലും അവൻ്റെ കഴിവിലും ഞാൻ അഭയം തേടുന്നു. അറവ് നടത്തുമ്പോൾ ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ അല്ലാഹുമ്മ മിൻക വലക അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി. അല്ലാഹുവിൻ്റെ നാമത്തിൽ, അല്ലാഹു ഏറ്റവും വലിയവനാണ്, അല്ലാഹുവെ ഇത് നിന്നിൽ നിന്നാണ്, നിനക്കുള്ളതുമാണ്, അല്ലാഹുവെ എന്നിൽ നിന്നും ഇത് സ്വീകരിക്കണമേ. പിശാചിൻ്റെ കുതന്ത്രങ്ങൾ തടയാൻ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തില്ലതി ലാ യുജാവിസുഹുന്ന ബർറുൻ വലാ ഫാജിറുൻ മിൻ ശർരി മാ ഖലഖ വബറഅ വദറഅ വമിൻ ശർരി മാ യൻസിലു മിനസ് സമാ വമിൻ ശർരി മാ യഅറുജു ഫീഹാ വമിൻ ശർരി മാ ദറഅ ഫിൽ അർദ് വമിൻ ശർരി മാ യഖ്റുജു മിൻഹാ വമിൻ ശർരി ഫിതനിൽ ലൈലി വന്നഹാർ വമിൻ ശർരി കുല്ലി ത്വാരിഖിൻ ഇല്ലാ ത്വാരിഖൻ യത്റുഖു ബിഖൈരിൻ യാ റഹ്മാൻ.
പുണ്യവാനോ കുറ്റവാളിക്കോ ലംഘിക്കാൻ കഴിയാത്ത അള്ളാഹുവിൻ്റെ സമ്പൂർണമായ വചനങ്ങൾ മുഖേന അവൻ സൃഷ്ടിച്ചവയുടെ തിന്മയിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. ആകാശത്തിൽ നിന്നിറങ്ങുന്നവയുടെയും അവിടേക്ക് കയറിപ്പോകുന്നവയുടെയും തിന്മയിൽ നിന്നും, അവൻ ഭൂമിയിൽ സൃഷ്ടിച്ചവയുടെയും അതിൽ നിന്ന് പുറപ്പെടുന്നവയുടെയും തിന്മയിൽ നിന്നും, രാപ്പകലുകളിലെ കുഴപ്പങ്ങളുടെ നാശങ്ങളിൽ നിന്നും, രാത്രിയിൽ വന്നുഭവിക്കുന്ന എല്ലാറ്റിൻ്റെയും വിഷമത്തിൽ നിന്നും, നന്മയുമായി വരുന്നവയൊഴികെ കാരുണ്യവാനെ ഞാൻ നിന്നിൽ അഭയം തേടുന്നു. പാപമോചനമർത്ഥിക്കലും പ്രാർത്ഥിക്കലും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവാണ്, ഒരു ദിനം 70-ലധികം തവണ ഞാൻ അല്ലാഹുവിനോട് പാപമോചനത്തിനായി തേടുകയും അവങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുന്നു. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹ് ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി 100 മറ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുവിൻ. ഞാൻ ഒരു ദിനം 100 തവണ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നുണ്ട്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി ഗഫറല്ലാഹു ലഹു വഇൻ കാന ഫർറും മിനസ് സഹ്ഫി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹാനായ അല്ലാഹുവിനോട് ഞാൻ പാപമോചനം തേടുന്നു. അവനല്ലാതെ മറ്റൊരാരാധ്യനില്ല. ജീവിച്ചിരിക്കുന്നവനും നിയന്താവുമാണവൻ. അവനിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു എന്നൊരാൾ പറഞ്ഞാൽ അല്ലാഹു അവന് പൊറുത്തുകൊടുക്കുന്നതാണ്, അവൻ യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടിയവനാണെങ്കിലും ശരി. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്റബു മാ യകൂനു റബ്ബു മിനൽ അബ്ദി ഫീ ജൗഫിൽ ലൈലിൽ ആഖിർ ഫഇൻ ഇസ്തതഅത അൻ തകൂന മിമ്മൻ യദ്കുറുല്ലാഹ ഫീ തിൽക സാഅ ഫകുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബ്ബ് തൻ്റെ ദാസനോട് ഏറ്റവും അടുക്കുന്നത് രാത്രിയുടെ അവസാനത്തിലാണ്. തൽസമയം അള്ളാഹുവിനെ ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ നിനക്കാവാൻ സാധിക്കുമെങ്കിൽ നീ അപ്രകാരം ആവുക. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്സിറു ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ദാസൻ തൻ്റെ നാഥനോട് ഏറ്റവും അടുക്കുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. അതിനാൽ സുജൂദിൽ പ്രാർത്ഥന കൂടുതലാക്കുക. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹു ലയഗാനു അലാ ഖൽബി വഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ മനസ്സിന് മറവി സംഭവിക്കാറുണ്ട്. ഞാൻ ഒരു ദിവസം 100 തവണ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുന്നുണ്ട്. തസ്ബീഹ്, തഹ്മീദ്, തഹ്ലീൽ, തക്ബീർ എന്നിവയുടെ ശ്രേഷ്ഠത. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല സുബ്ഹാനല്ലാഹ് വബിഹംദിഹി ഫീ യൗമിൻ 100 മറ ഹുത്തത് ഖതായാഹു വലൗ കാനത് മിസ്ല സബദിൽ ബഹരി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഞാൻ അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു എന്നൊരാൾ ഒരു ദിവസം 100 തവണ പറഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ ഇളവ് ചെയ്യപ്പെടും. ആ പാപങ്ങൾ സമുദ്രത്തിലെ നുരകളോളം ഉണ്ടായിരുന്നാൽ പോലും. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 മിറാറൻ കാന കമൻ അഅതഖ 4 അൻഫുസിൻ മിൻ വുൽദി ഇസ്മാഈൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനുമില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധിപത്യം അവനാണ്, സർവസ്തുതിയും അവനാണ്. അവൻ സർവശക്തനാണ്,
എന്ന് വല്ലവനും 10 തവണ പറഞ്ഞാൽ അവൻ ഇസ്മായിൽ സന്തതികളിൽ നിന്ന് 4 അടിമകളെ മോചിപ്പിച്ചവനെപ്പോലെയാണ്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാവുകൊണ്ട് ഉച്ചരിക്കാൻ പ്രയാസം കുറഞ്ഞതും ത്രാസിൽ ഖനം കൂടിയതും റഹ്മാനായ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടതുമായ 2 വചനം ഇപ്രകാരമാണ്: സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെയും അവൻ്റെ മഹത്വത്തെയും ഞാൻ പ്രകീർത്തിക്കുന്നു. മഹാനായ അല്ലാഹു പരിശുദ്ധനത്രേ. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅൻ അഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ ത്വലഅത് അലൈഹി ശംസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പരിശുദ്ധനാണ്. അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനുമില്ല. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് ഞാൻ പറയുന്നത് സൂര്യരശ്മി ഏൽക്കുന്ന ഈ ലോകത്തുള്ളവയേക്കാൾ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടതാണ്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയഅജുസു അഹദുക്കും അൻ യക്സിബ കുല്ല യൗമിൻ അൽഫ ഹസന ഫസഅലഹു സായിലുൻ മിൻ ജുലസാഇഹി കൈഫ യക്സിബു അഹദുന അൽഫ ഹസന ഖാല യുസബ്ബിഹു മിഅത തസ്ബീഹ ഫയുക്തബു ലഹു അൽഫ ഹസന ഔ യഹുത്തു അൻഹു അൽഫ ഖതീഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിലൊരാൾക്ക് എല്ലാ ദിനവും 1000 നന്മകൾ സമ്പാദിക്കാൻ കഴിയുമോ? അപ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾ ചോദിച്ചു, ഞങ്ങളെങ്ങനെയാണ് 1000 നന്മകൾ നേടുക? അവിടുന്ന് പറഞ്ഞു, 100 തവണ തസ്ബീഹ് ചൊല്ലുക. എന്നാൽ അവന് 1000 നന്മകൾ രേഖപ്പെടുത്തപ്പെടും. അതല്ലെങ്കിൽ അവൻ്റെ 1000 പാപങ്ങൾ ഇളവ് ചെയ്യപ്പെടും. മൻ ഖാല സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി ഗറസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന. സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് വല്ലവനും പറഞ്ഞാൽ അവനു വേണ്ടി സ്വർഗത്തിൽ ഒരു ഈന്തപ്പന നട്ടുപിടിപ്പിക്കുന്നതാണ്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അബ്ദല്ലാഹി ഇബ്ന ഖൈസ് അലാ അദുല്ലുക അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന ഫഖുൽതു ബലാ യാ റസൂലല്ലാഹ് ഖാല ഖുൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഖൈസെ, സ്വർഗത്തിലെ നിക്ഷേപങ്ങളിൽപ്പെട്ട ഒരു നിക്ഷേപത്തെക്കുറിച്ച് നിന്നെ ഞാൻ അറിയിക്കട്ടെ. ഞാൻ പറഞ്ഞു, അതെ തിരുദൂതരെ. അവിടുന്ന് പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുക. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ലാ യദുറുക ബിഅയ്യിഹുന്ന ബദഅത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വചനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 4 സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഇവയിൽ ഏതുകൊണ്ട് തുടങ്ങിയാലും പ്രശ്നമില്ല. ജാഅ അഅറാബിയ്യുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ അല്ലിംനി കലാമൻ അഖൂലുഹു ഖാല ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം. ഖാല ഫഹാഉലാഇ ലിറബ്ബി ഫമാലി ഖാല ഖുൽ അല്ലാഹുമ്മഗ്ഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി. ഒരു ഗ്രാമീണൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് പറയാൻ ചില വചനങ്ങൾ പഠിപ്പിച്ചു തന്നാലും. അവിടുന്ന് പറഞ്ഞു, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനുമില്ല. അവൻ ഏകനാണ്, അവനൊരു കൂട്ടുകാരനുമില്ല. അല്ലാഹു ഏറ്റവും വലിയവനാണ്. അല്ലാഹുവിനെ ഞാൻ അധികം സ്തുതിക്കുന്നു.
സർവലോക പരിപാലകനായ അല്ലാഹു എത്രയോ പരിശുദ്ധൻ. തന്ത്രജ്ഞനും പ്രതാപശാലിയുമായ അല്ലാഹുവിങ്കൽ നിന്നു മാത്രമാണ് ശേഷിയും കഴിവും. അദ്ദേഹം ചോദിച്ചു, ഇവ എൻ്റെ രക്ഷിതാവിനുള്ളതാണല്ലോ, എനിക്കുള്ളതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പറയുക, അല്ലാഹുവേ, നീ എനിക്ക് പൊറുത്തു തരികയും എന്നെ നീ അനുഗ്രഹിക്കുകയും എനിക്ക് നേരായ മാർഗം കാണിച്ചു തരികയും എനിക്ക് ഉപജീവനം നൽകുകയും ചെയ്യണമേ. കാന റജുലു ഇദാ അസ്ലമ അല്ലമഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്ത് ثم أمره أن يدعو بهؤلاء الكلمات اللهم اغفر لي وارحمني واهدني وعافني وارزقني. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ നമസ്കാരം പഠിപ്പിക്കുകയും ശേഷം ഇപ്രകാരം പ്രാർത്ഥിക്കാനും പറയും, അല്ലാഹുവേ, നീ എനിക്ക് പൊറുത്തു തരികയും എനിക്ക് കാരുണ്യം നൽകുകയും എന്നെ സന്മാർഗത്തിലാക്കുകയും എനിക്ക് സൗഖ്യം തരികയും എനിക്ക് ഉപജീവനം നൽകുകയും ചെയ്യണമേ. ഇന്ന അഫ്ളല ദുആഇ അൽഹംദുലില്ലാ വ അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിശ്ചയം ദുആയിൽ ശ്രേഷ്ഠമായത് അൽഹംദുലില്ലാ എന്നതാണ്, ദിക്റുകളിൽ ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുമാണ്. അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നെന്നും അവശേഷിക്കുന്ന സുകൃതങ്ങൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നിവയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ബീഹ് ചൊല്ലിയത്. അൻ അബ്ദില്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ റഅയ്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യഅഖിദു തസ്ബീഹ ബിയമീനിഹി. അബ്ദുല്ലാഹി ഇബ്നു അംറിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ബീഹ് ചൊല്ലുമ്പോൾ തൻ്റെ വലത് കൈകൊണ്ട് എണ്ണം പിടിക്കുന്നത് ഞാൻ കണ്ടു. ഖുർആനിൽ നിന്നുള്ള ചില പ്രാർത്ഥനകൾ. റബ്ബനഗ്ഫിർ ലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പൊറുത്തു തരേണമേ. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർദാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫി ഇബാദിക സ്വാലിഹീൻ. എൻ്റെ രക്ഷിതാവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള നിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യുവാനും നീ എനിക്ക് പ്രചോദനം നൽകണമേ. നിന്റെ കാരുണ്യത്താൽ നിന്റെ സൽവൃത്തരായ ദാസന്മാരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. രക്ഷിതാവേ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അവർ എൻ്റെ അടുത്ത് സന്നിഹിതരാകുന്നതിൽ നിന്നും എൻ്റെ രക്ഷിതാവേ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. റബ്ബി ഗഫിർ വർഹം വ അൻത ഖൈറുർ റാഹിമീൻ. എൻ്റെ രക്ഷിതാവേ, നീ പൊറുത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണികരിൽ ഏറ്റവും ഉത്തമനാണല്ലോ. റബ്ബന ആതിനാ ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് ഇഹലോകത്ത് നീ നല്ലതു തരേണമേ, പരലോകത്തും നീ നല്ലതു തരേണമേ. നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ. റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബന വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ മറന്നു പോവുകയോ ഞങ്ങൾക്ക് തെറ്റുപറ്റുകയോ ചെയ്തുവെങ്കിൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ. ഞങ്ങളുടെ നാഥ,
ഞങ്ങളുടെ മുൻഗാമികളുടെ മേൽ നീ ചുമത്തിയതുപോലുള്ള ഭാരം ഞങ്ങളുടെ മേൽ നീ ചുമത്തരുതേ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് കഴിവില്ലാത്തത് ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകുകയും പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ. നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അതുകൊണ്ട് സത്യനിഷേധികളായ ജനതയ്ക്കെതിരായി നീ ഞങ്ങളെ സഹായിക്കണമേ. റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഞങ്ങളുടെ നാഥ, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിക്കരുതേ. നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. തീർച്ചയായും നീ അത്യധികം ഔദാര്യവാനാകുന്നു. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ നരകശിക്ഷ ഒഴിവാക്കി തരണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും അത് ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. റബ്ബന ഹബലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്കു നീ കൺകുളിർമ നൽകുകയും മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. റബ്ബി ഔസിഗ്നി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർദാഹു വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. രക്ഷിതാവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം പ്രവർത്തിക്കുവാനും നീ എനിക്ക് പ്രചോദനം നൽകണമേ. എൻ്റെ സന്തതികളിൽ നീ എനിക്ക് നന്മയുണ്ടാക്കി തരികയും ചെയ്യണമേ. തീർച്ചയായും ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാകുന്നു. റബ്ബന അഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും സത്യവിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പൊറുത്തു തരണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലനാ ദുനൂബന വഖിനാ അദാബന്നാർ. നാഥ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരികയും നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. നബിവചനങ്ങളിൽ നിന്നുള്ള ചില പ്രാർത്ഥനകൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസലി വൽ ജുബ്നി വൽ ഹറമി വൽ ബുഖ്ലി വഅഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്. അല്ലാഹുവേ, അശക്തി, അലസത, അധൈര്യം, വാർദ്ധക്യം, ലുബ്ധ് മുതലായവയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഖബർ ശിക്ഷയിൽ നിന്നും ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദർക്കി ശഖാഇ വസൂഇൽ ഖളാഇ വശമാതത്തിൽ അഅദാ. അല്ലാഹുവേ, പരീക്ഷണത്തിൻ്റെ കാഠിന്യത്തിൽ നിന്നും നിർഭാഗ്യം പിടികൂടുന്നതിൽ നിന്നും മോശപ്പെട്ട വിധിക്ക് വിധേയമാകുന്നതിൽ നിന്നും എൻ്റെ ദുഃഖം ശത്രുവിനെ സന്തോഷിപ്പിക്കുന്നതിൽ നിന്നും നിന്നോട് രക്ഷ തേടുന്നു. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി വഅസ്ലിഹ് ലീ ദുനിയായ അല്ലതീ ഫീഹാ മആശി വഅസ്ലിഹ് ലീ ആഖിറതി അല്ലതീ ഫീഹാ മആദി വജ്അലിൽ ഹയാത സിയാദതൻ ലീ ഫീ കുല്ലി ഖൈർ വജ്അലിൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർ. എൻ്റെ കാര്യത്തിന് സുരക്ഷിതത്വം നൽകുന്ന എൻ്റെ ദീനിനെ നീ നന്നാക്കണമേ. എൻ്റെ ജീവിതം നിലനിൽക്കുന്ന എൻ്റെ ദുനിയാവിനെയും നീ നന്നാക്കണമേ.
എനിക്കു മടങ്ങിച്ചെല്ലാനുള്ള എൻ്റെ പരലോകത്തെയും നീ നന്നാക്കണമേ. എൻ്റെ ജീവിതത്തെ എനിക്ക് നന്മ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ആക്കി തീർക്കണമേ. മരണത്തെ നീ എനിക്ക് എല്ലാ നാശങ്ങളിൽ നിന്നുമുള്ള ആശ്വാസമാക്കി തീർക്കണമേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഅ സഖ്തിക. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹം ഇല്ലാതായി പോകുന്നതിൽ നിന്നും പൊടുന്നനെ നിന്റെ ശിക്ഷ വന്നു ചേരുന്നതിൽ നിന്നും സൗഖ്യം നീങ്ങിപ്പോകുന്നതിൽ നിന്നും നിന്റെ എല്ലാ കോപങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാത് വറബ്ബുൽ അർള് വറബ്ബുൽ അർശിൽ കരീം. മഹാനും സഹനശീലനുമായ അല്ലാഹു അല്ലാതെ ഒരാരാധ്യനുമില്ല. മഹത്തായ സിംഹാസനത്തിൻ്റെ ഉടമയായ അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആദരണീയ സിംഹാസനത്തിൻ്റെയും രക്ഷിതാവായ അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐനിൻ വഅസ്ലിഹ് ലി ശഅനി കുല്ലഹു ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ഞാൻ നിന്റെ കാരുണ്യം കൊതിക്കുന്നു. ഒരു നിമിഷം പോലും നീ എന്നെ എൻ്റെ ദേഹത്തിന് വിട്ടുകൊടുക്കരുത്. നീ എൻ്റെ എല്ലാ കാര്യങ്ങളും നേരെയാക്കണമേ. നീയല്ലാതെ വേറെ ഒരാരാധ്യനുമില്ല. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ മനസ്സിനെ നീ നിന്റെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തണമേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം. അല്ലാഹുവേ, കുഷ്ഠം, ഭ്രാന്ത്, വെള്ളപ്പാണ്ട് തുടങ്ങിയ എല്ലാ മോശപ്പെട്ട രോഗങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നിശ്ചയം നീ വിടുതി നൽകുന്നവനും ഉദാരനും മാപ്പു നൽകാൻ ഇഷ്ടപ്പെടുന്നവനുമാണല്ലോ. അതിനാൽ എനിക്കു നീ മാപ്പു നൽകണമേ. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറൻ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുവേ, ഞാൻ എന്നോട് ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നീയല്ലാതെ പാപം പൊറുക്കുന്നവനില്ല. അതിനാൽ എനിക്ക് നീ നിന്റെ പക്കൽ നിന്നുള്ള പാപമോചനം നൽകുകയും എന്നോട് നീ കരുണ കാണിക്കുകയും ചെയ്യണമേ. നിശ്ചയം നീ ധാരാളം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണല്ലോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ വദുആഇൻ ലാ യസ്മഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ഇൽമിൻ ലാ യൻഫഅ അഊദു ബിക മിൻ ഹാഉലാഇൽ അർബഅ. അല്ലാഹുവേ, നിന്നെ ഭയമില്ലാത്ത ഹൃദയം, കേൾക്കപ്പെടാത്ത പ്രാർത്ഥന, വിശപ്പടങ്ങാത്ത ശരീരം, ഉപകാരമില്ലാത്ത വിജ്ഞാനം എന്നിവയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഈ 4 കാര്യങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നോട് വല്ലതിനെയും പങ്കുചേർക്കുന്നതിൽ നിന്നും നിന്നോട് കാവൽ തേടുന്നു. ഞാൻ അറിയാതെ വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഞാൻ പാപമോചനം തേടുകയും ചെയ്യുന്നു. അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഉനി വസിദ്നി ഇൽമൻ. അല്ലാഹുവേ, നീ പഠിപ്പിച്ചു തന്നതുകൊണ്ട് എനിക്ക് നീ പ്രയോജനം ചെയ്യണമേ. എനിക്ക് പ്രയോജനമുള്ളത് നീ പഠിപ്പിച്ചു തരണമേ. എനിക്ക് നീ വിജ്ഞാനം വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വഅഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. അല്ലാഹുവേ,
ഞാൻ നിന്നോട് ഉപകരിക്കുന്ന വിജ്ഞാനം ചോദിക്കുന്നു. ഉപകരിക്കാത്ത വിജ്ഞാനത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുകയും ചെയ്യുന്നു. അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ. അല്ലാഹുവേ, എൻ്റെ വിചാരണ നീ ലളിതമാക്കണമേ. അല്ലാഹുമ്മ അഇന്നാ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നിന്നെ സ്മരിക്കാനും നിനക്ക് നന്ദി ചെയ്യാനും നിനക്ക് നന്നായി ഇബാദത്ത് ചെയ്യാനും നീ ഞങ്ങളെ സഹായിക്കണമേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഗലബത്തിദ് ദൈൻ വഗലബത്തിൽ അദുവ്വി വശമാതത്തിൽ അഅദാ. അല്ലാഹുവേ, കടത്തിൻ്റെ ആധിക്യത്തിൽ നിന്നും ശത്രുവിൻ്റെ മേധാവിത്വത്തിൽ നിന്നും എതിരാളികൾക്ക് എൻ്റെ നാശം മൂലം സന്തോഷമുണ്ടാകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. നിങ്ങൾ കേട്ട ഈ പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും എല്ലാ വിശ്വാസികൾക്കും എത്തിക്കുകയും സ്വന്തം ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പകർത്തുകയും ചെയ്യുക. ഇത് കൂട്ടിച്ചേർക്കലുകളും മാറ്റത്തിരുത്തലുകളുമില്ലാതെ ഭൗതിക ലാഭം ആഗ്രഹിക്കാതെ ആർക്കും കോപ്പി ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അല്ലാഹുവേ, ഇത് ഞങ്ങളിൽ നിന്നു സ്വീകരിക്കണമേ. വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ പൊറുത്തു തരണമേ.